3 മൈസൂർ പഴം ചെറുതായിട്ട് നുറുക്കിയിട്ടത്. ഇത് അണ്ടിപ്പരിപ്പ് മൂപ്പിച്ചതിലേക്ക് നിലക്കടല ഇട്ട് ഇറക്കുന്നത്. അത് ഉടയ്ക്കാം. നന്നായി ഉടച്ചിരിക്കുന്നു. പൊടിയല്ല വേണ്ടേ, കലക്കി കഴിഞ്ഞിട്ടെടുത്തോ. അത് പാൽപ്പൊടി കലക്കൊന്നും ഉപയോഗിക്കില്ല. അല്ല, പാല് വേണ്ടാത്തവർക്ക് പാൽപ്പൊടി കലക്കി ഉപയോഗിക്കാം. എല്ലാ ആൾക്കാർക്കും പശുവിൻ്റെ പാല് ഇഷ്ടപ്പെട്ടു വരില്ല. ഇതിലേക്ക് നമ്മൾ നേരത്തെ ചതച്ച പഴം ഇട്ടു. നല്ല ചതച്ച് ഉടച്ച പഴം, പാളയം കുടം പഴം അല്ലേ അമ്മേ? സെർവ് ചെയ്യാൻ പോവാണ്. മതി. അതിലേക്ക് വറുത്ത കശുവണ്ടി നിലക്കടല രണ്ടും ഈക്വലായിട്ടാണ് എടുക്കേണ്ടത് അമ്മ? രണ്ടും ഈക്വലായിട്ടാണ് എടുക്കേണ്ടത്. കുറച്ച് ആദ്യമേ വറുത്ത് വെച്ച അവിലുണ്ട്, അതാണ് എടുക്കുന്നത്. ചുവന്ന അവിൽ ഇടുക ഇതിൻ്റെ മുകളിലേക്ക്. അതിലേക്ക് ഞാൻ നേരത്തെ പറഞ്ഞു, ഇത് പശുവും പാലാണ് വേണ്ടത്. പശുവും പാൽ ഇഷ്ടമല്ലാത്തവർക്ക് പാൽപ്പൊടിയുടെ പാല് കലക്കിയിട്ട് ഒഴിക്കാം. എല്ലാ ആൾക്കാർക്കും പശുവിൻ്റെ പാൽ ഇഷ്ടപ്പെട്ടെന്ന് വരില്ല. പാല് നമ്മൾ മിക്സ് ചെയ്തു. ടോപ്പിംഗ്സ് ആയിട്ട് നമ്മൾ നേരത്തെ പറഞ്ഞ നിലക്കടലയും അണ്ടിപ്പരിപ്പും വറുത്തത് ഇടുന്നു. കുറച്ചുകൂടെ അവിൽ ചേർക്കാൻ പോകുന്നു. നമ്മൾ നേരത്തെ പറഞ്ഞ പോലെ ആദ്യമേ വറുത്ത് വെച്ചതാണ്. വാങ്ങിയ ഉടനെ ഉള്ള അവിൽ അതുപോലെ കൊണ്ടിടുന്നല്ല. കുറച്ചുകൂടി പാല്, ടോപ്പിംഗ്സ് ആയിട്ട് കുറച്ചുകൂടി പാല്. ഇത് ഒന്ന് മിക്സ് ചെയ്യേണ്ടി വരില്ല അമ്മ? ഒന്ന് ഇളക്കുക, നന്നായിട്ടൊന്ന് മിക്സ് ചെയ്യുക. അപ്പോൾ ഇതെന്താ സാധനം? അവിൽ ഷേക്ക്. അവിൽ ഷേക്ക്. നമ്മുടെ അടിപൊളി അവിൽ ഷേക്ക് തയ്യാറായിരിക്കുന്നു. അപ്പോൾ അടുത്ത വീഡിയോയുമായിട്ട് വീണ്ടും കാണാമെന്ന് പറഞ്ഞുകൊണ്ട് ബൈ.